ഹലോ എനിമി ലവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദിൻ്റെ മാൻഹയാണ്. അതിൻ്റെ ചാപ്റ്റർ 48, 49, 50 ഈ 3 ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കഥയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ആർത്തർ അഡ്വഞ്ചറർ ആവാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലെല്ലാവരോടും യാത്ര പറയട്ടെ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജാസ്മിൻ അവനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ആർത്തർ നീ റെഡിയല്ലേ? അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, ഞാൻ റെഡിയാണ്, നമുക്ക് പോകാം. എന്നിട്ട് അവൻ അവൻ്റെ മാസ്ക് മുഖത്ത് വയ്ക്കുന്നു. സോ അങ്ങനെ ഇവർ അഡ്വഞ്ചറസ് ഗിൽഡിലെത്തിയിരിക്കുന്നു. അവിടെ കുറേ ആൾക്കാർ ആർത്തറിനെ പോലെ അഡ്വഞ്ചർ ആവാൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ജാസ്മിൻ ആർത്തറിനോട് ചോദിക്കുന്നുണ്ട്, ആർത്തർ നിൻ്റെ പെറ്റ് വളരെ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ആർത്തർ പറയുന്നുണ്ട്, സിൽവിയക്ക് അവളുടെ രൂപം ചെറുതാക്കാൻ പറ്റുമെന്ന് ഞാൻ എടുത്തിടെയാണ് അറിഞ്ഞത്. അവളിപ്പോൾ കാണാൻ ഒരു കറുത്ത പല്ലിയ പോലെ ഉണ്ട്. അപ്പം നമ്മുടെ ജാസ്മിൻ അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ഇവരോട് പറയുന്നുണ്ട്, സൈറസ് അഡ്വഞ്ചേഴ്സ് ഗിൽഡിലേക്ക് സ്വാഗതം, നിങ്ങളെ ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അപ്പോൾ നമ്മുടെ ആർത്തർ എന്തോന്ന് പറയാൻ വരുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ജാസ്മിന് അവനെ തടഞ്ഞിട്ട് അവിടെ ഒരു പേപ്പർ വെച്ച് പറയുന്നുണ്ട്, ഞാനിവനെ ഒരു എ റാങ്ക് പരീക്ഷയ്ക്കായി സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, സ്പോൺസർ ചെയ്യാനാണോ? തീർച്ചയായും, ദയവായി എൻ്റെ കൂടെ വരൂ. ഇന്ന് കുറച്ച് പേര് പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു സ്പോൺസർ ഉള്ളതിനാൽ നിങ്ങളെ ഞങ്ങൾ ക്യൂവിൻ്റെ മുമ്പിൽ നിർത്താം. അതുകൊണ്ട് നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി നമ്മുടെ ജാസ്മിൻ ആർത്തറിനെ ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എ ക്ലാസ് അഡ്വഞ്ചറർ ജാസ്മിൻ ഒരു കുട്ടിയെ എ റാങ്ക് പരീക്ഷയ്ക്കായിട്ട് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ മിസ് ഫ്ലെയിംസ്വർത്തിനെ എനിക്കറിയാം, നിനക്കിപ്പോൾ പുറത്തേക്ക് ഇരിക്കാം മേരി. അപ്പം നമ്മുടെ മേരി പുറത്തോട്ട് പോകുന്നു. അപ്പോൾ അയാൾ ജാസ്മിനോട് പറയുന്നുണ്ട്, മിസ് ഫ്ലെയിംസ്വർത്ത് നിങ്ങൾക്കിപ്പോഴെങ്ങനെയുണ്ട്? ഞാൻ നിങ്ങളുടെ പിതാവിനടുത്തിടെ കണ്ടു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ അവളുടെ അച്ഛൻ്റെ പേര് പറയുന്നത് കേട്ടപ്പോൾ അവളുടെ കൈ ദേഷ്യത്തോട് ചുരുട്ടുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. എൻ്റെ പേര് കാസ്പിയർ ബ്ലഡ് ഹാർട്ട്, ഞാനാണ് ഈ ബ്രാഞ്ചിൻ്റെ ചുമതലക്കാരൻ. സാധാരണയായിട്ട് ഒരു പരീക്ഷയ്ക്ക് മുമ്പ് പൂരിപ്പിക്കേണ്ട അപേക്ഷയും അതുപോലെ നിങ്ങളുടെ മാനാക്കോർ പരിശോധിക്കുകയും വേണം. പക്ഷേ മിസ് ഫ്ലെയിംസ്വർത്ത് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിനാൽ ഞാൻ ആ ഘട്ടങ്ങളെല്ലാം ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ജാസ്മിൻ്റെ കുടുംബം ഇത്രയ്ക്ക് സ്പെഷ്യലാണോ? എന്നിട്ട് അയാൾ ആർത്തറിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്കിനി ഒരു എക്സാമിനറുമായിട്ട് ഒരു മോക്ക് ഡ്യുവൽ നടത്തുക മാത്രമാണ് അവശേഷിക്കുന്നത്. സോ മോക്ക് ഡ്യുവൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർത്തറിൻ്റെ റാങ്ക് നിശ്ചയിക്കണമെങ്കിൽ നമ്മുടെ ആർത്തർ ഒരു എക്സാമിനറുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ആ എക്സാമിനർ നമ്മുടെ ആർത്തറിൻ്റെ ഫൈറ്റ് കണ്ടിട്ട് അവരായിരിക്കും നമ്മുടെ ആർത്തറിൻ്റെ റാങ്ക് നിശ്ചയിക്കുന്നത്. സോ ആ പ്രക്രിയ പറയുന്ന പേരാണ് മോക്ക് ഡ്യുവൽ. ഈ മോക്ക് ഡ്യുവലിൽ പങ്കെടുക്കണമെങ്കിൽ ആ പങ്കെടുക്കുന്ന ആളുടെ മാനാക്കോറിൻ്റെ സ്റ്റേജ് അതുപോലെ ആ മാനാക്കോറിനെ പരിശോധിക്കണം. അതുപോലത്തെ കുറേ നടപടിക്രമങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ആർത്തറിനെ ജാസ്മിൻ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് ഈ ഘട്ടങ്ങളൊന്നും കടക്കേണ്ട ആവശ്യമില്ല. അവർ നേരെ തന്നെ മോക്ക് ഡ്യുവലിലേക്ക് കടക്കാൻ പറ്റും. എന്നിട്ട് കാസ്പിയൻ ആർത്തർ നോക്കി പറയുന്നുണ്ട്, നിൻ്റെ ആയുധങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നീ ഒരു ഓഗുമെൻറ്ററോ അല്ലെങ്കിൽ ഒരു ഫൈറ്ററോ ആയിരിക്കണം. ഒരു അഡ്വഞ്ചർ ആവാൻ വേണ്ടിയിട്ട് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിനക്ക് മിസ് ഫ്ലെയിംസ്വർത്തുമായിട്ട് അടുത്ത ബന്ധമുള്ളതിനാൽ നിന്നെ ഞാൻ എന്ത് പേരാണ് വിളിക്കേണ്ടത്? സോ അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മാസ്കിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അവൻ്റെ മാസ്കിലൊരു ലൈൻ ഉണ്ട്. ആ ലൈന് കാണാൻ മ്യൂസിക് ഷീറ്റിലുള്ള ഹാഫ് നോട്ട് പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എൻ്റെ പേര് നോട്ട്. ഇപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ ശരിക്കുള്ള പേരല്ല പറയുന്നത്, അവനിപ്പോൾ അവൻ്റെ പേര് മാറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൈ കൊടുക്കുമ്പോൾ രണ്ടുപേരും അവരുടെ മനസ്സ് ചിന്തിക്കുന്നുണ്ട്, ഇവൻ വളരെ ശക്തനാണ്. എന്നിട്ട് കാസ്പിയൻ പറയുന്നുണ്ട്, ശരി നോട്ട്, നിങ്ങളെ കണ്ടതിൽ സന്തോഷം. മേരി ഇവരെ പരീക്ഷാ ഹാൾ കാണിച്ചു കൊടുക്ക്. അപ്പോൾ ആർത്തർ പോവാൻ നേരത്ത് നമ്മുടെ ആർത്തറും അതുപോലെ കാസ്പിയനും മുഖാമുഖം നോക്കുന്നുണ്ട്. അപ്പോൾ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഫ്ലെയിംസ്വർത്ത് ഹൗസിനെ കുറിച്ചിട്ട് വളരെ ബഹുമാനത്തോടെയാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ടാണോ അവൾ എൻ്റെ ഒപ്പം വരാൻ ആഗ്രഹിച്ചത്? പക്ഷേ അവളുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ വളരെ അസ്വസ്ഥയായിരുന്നു. അപ്പം മേരി പറയുന്നുണ്ട്, മിസ്റ്റർ നോട്ട്, മിസ് ഫ്ലെയിംസ്വർത്ത് ഈ റൂട്ട് നിങ്ങളെ പരീക്ഷ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കും. നിങ്ങളുടെ പേര് വിളിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. സോ അങ്ങനെ ഇവർ ഈ പരീക്ഷ നടത്തുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ ഒരാൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ എക്സാമിനർ അയാൾക്ക് ഡി ക്ലാസ് കൊടുക്കുന്നു. അതിനുശേഷം ഒരാൾ അടുത്ത ആളെ വിളിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഡയാൻ വൈറ്റ് ഹാൾ. അപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഞാനിതാ വരുന്നു. അവൾ വരുന്നതിൻ്റെ ഇടയിൽ അവളുടെ കാലിറ്റിട്ട് അവൾ വീഴുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവളെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട്, ഇവളൊക്കെ ആദ്യം തന്നെ ഈ ക്ലാസ്സിലേക്ക് ഇടേണ്ടതാണ്, വെറുതെ സമയം പാഴാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ അവനെ നോക്കി ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഏതാണ്? ഇവനെ കണ്ടിട്ട് ഇവൻ നല്ല സ്ട്രോങ് ആണെന്നാണ് തോന്നുന്നത്. സോ അപ്പോൾ നമ്മുടെ ഡയാൻ വൈറ്റ് ഹാൾ ആണെങ്കിൽ ശ്വാസമൊക്കെ നീട്ടിയെടുത്തുകൊണ്ട്, എൻ്റെ പേര് ഡയാൻ വൈറ്റ് ഹാൾ, എനിക്ക് 18 വയസ്സ്, ഞാനൊരു കോൺജുററാണ്, എൻ്റെ മാന സോളിഡ് ഓറഞ്ചാണ്, പിന്നെ എനിക്ക് വാട്ടർ എലമെൻ്റാണ് ഉപയോഗിക്കാൻ കഴിയുക.
അപ്പോൾ എക്സാമിനർ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, നീ നിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട കാര്യമില്ല. നിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ നീ നിൻ്റെ ആയുധം എടുത്ത് തയ്യാറാക്കിക്കോളൂ. പിന്നെ നിനക്ക് വല്ല പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാൻ ഇവിടെ മെഡിക്കൽ സ്റ്റാഫ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഡയാനി ശരിയെന്ന് പറയുന്നു. സോ അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഒരു കോൺജുറർ ഓറഞ്ച് ഘട്ടത്തിലെത്തിയാൽ അവർക്ക് അവരുടെ പ്രത്യേകത എവിടെയാണെന്ന് വ്യക്തമാകും. അതായത് ഒരു കോൺജുറർ ഓറഞ്ച് ഘട്ടത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് എലമെൻ്റാണ് നന്നായി ഉപയോഗിക്കാൻ കഴിയുക എന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ അവർ 4 എലമെൻറ്റ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒരൊറ്റ എലമെൻറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. സോ അപ്പോൾ എക്സാമിനർ പറയുന്നുണ്ട്, മിസ് വൈറ്റ് ഹാൾ, നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ വൈറ്റ് ഹാൾ അവിടെ വാട്ടർ മാജിക് പുറത്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, കോൺജുറർമാർക്ക് ഓഗുമെൻറ്റേഴ്സിനെ പോലെ അവരുടെ ശരീരത്തിന് പവർ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോൺജുറർമാർ ആദ്യം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അവരൊരു ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കും. അതായത് കോൺജുറർമാർ ആദ്യം അറ്റാക്ക് ചെയ്യാനല്ല നോക്കുക, ആദ്യം അവർ ഡിഫെൻസ് ചെയ്യാനാവും നോക്കുക. സോ അപ്പോൾ എക്സാമിനർ അവരുടെ എർത്ത് മാജിക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡയാന അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എക്സാമിനർ അവരുടെ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാഴ്ച തടഞ്ഞു. സോ അപ്പോൾ നമ്മുടെ വൈറ്റ് ഹാള് അവരുടെ വാട്ടർ മാജിക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ മുഴുവനും മൂടൽമഞ്ഞ് സൃഷ്ടിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നുണ്ട്, അവളുടെ വാട്ടർ മാജിക്ക് അതൊരു മൂടൽമഞ്ഞായി മാറി. എനിക്കിപ്പോൾ എക്സാമിനറിനെ പോലും കാണാനില്ല. അപ്പോൾ ആ മൂടൽമഞ്ഞെല്ലാം മാറിയതിന് ശേഷം നമ്മുടെ വൈറ്റ് ഹാൾ എക്സാമിനറെ നോക്കുമ്പോൾ എക്സാമിനർ വൈറ്റ് ഹാളിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ നിയന്ത്രണം നല്ലതായിരുന്നു. പിന്നെ നീ അവസാനം കാണിച്ച മാജിക്ക് അതിന് നീ നല്ല പരിശീലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ നിൻ്റെ മാനയുടെ നിയന്ത്രണവും അതുപോലെ സ്പെല്ലിൻ്റെ വേഗതയും മികച്ചതായിരുന്നു. അതുകൊണ്ട് നിനക്ക് C ക്ലാസ്. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവളുടെ പ്രായത്തിൽ C ക്ലാസ് ആവുക എന്നത് ശരിക്കും അഭിമാനിക്കേണ്ട കാര്യമാണ്. സോ അതിനുശേഷം ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, അടുത്തതായിട്ട് എലീജ നൈറ്റ്. പക്ഷേ എന്നിട്ട് അയാൾ ആ പേപ്പർ നോക്കിയിട്ട് ഒന്നുകൂടി പറയുന്നുണ്ട്, ദയവായിട്ട് കാത്തിരിക്കുക. എന്നിട്ട് ആ പേപ്പറായിട്ട് ഇവർ ആ എക്സാമിനറുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഇവർ 3 പേരും ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു എക്സാമിനർ പറയുന്നുണ്ട്, ഖലീജ നൈറ്റ്, നിങ്ങളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് അറിയിപ്പ് ലഭിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ B ക്ലാസ് അഡ്വഞ്ചർ റാങ്ക് നൽകുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഫൈറ്റ് പോലും ചെയ്യാതെ അവന് B ക്ലാസ് കിട്ടിയെന്നോ? ആരടവൻ? അപ്പോൾ നമ്മുടെ എലീജനെ കാണിക്കുന്നുണ്ട്. സോ അതിനുശേഷം ആ പേര് വിളിക്കുന്ന ആൾ അടുത്ത പേര് വിളിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ലൂക്കാസ് വൈക്സ്. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, അവനെ ചെയ്തതുപോലെ എൻ്റെ ഫൈറ്റും സ്കിപ്പ് ചെയ്തിട്ട് എന്നെ നേരെ A ക്ലാസ്സിലേക്ക് ഇട്ടൂടെ മിസ് എക്സാമിനർ. അപ്പോൾ ആ എക്സാമിനർ പറയുന്നുണ്ട്, ലൂക്കാസ് വൈക്സ്, 11 വയസ്സ്, കോൺജുറർ, ലൈറ്റ് ഓറഞ്ച് ഘട്ടത്തിൽ, സ്പെഷ്യൽ എലമെൻറ്റ് ഫയർ. അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, 11ാമത്തെ വയസ്സിൽ ലൈറ്റ് ഓറഞ്ച് ഘട്ടം. അപ്പോൾ നമ്മുടെ ലൂക്കാസ് ആണെങ്കിൽ ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിനർ ചിന്തിക്കുന്നുണ്ട്, എന്താ അഹങ്കാരിയായ കുട്ടിയാണിവൻ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. സോ അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കുന്നു. ആദ്യം തന്നെ ലൂക്കാസ് റൈസ് എന്ന് പറയുമ്പോൾ അവൻ്റെ പിന്നിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. നമ്മുടെ സോളോ ലെവലിങ്ങിൽ ആ റൈസ് എന്ന് പറയുമ്പോൾ ഷാഡോ ഫൈറ്റേഴ്സ് പ്രത്യക്ഷപ്പെടുന്നത് പോലെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ പ്രൊട്ടക്റ്റർ. അപ്പം മറ്റേ എക്സാമിനർ പറയുന്നുണ്ട്, നല്ല വലുപ്പവും അതുപോലെ സ്ഥിരതയുള്ള ഫയർ ഗാർഡിയൻ, ഇന്ന് നമുക്ക് ഒരു പ്രത്യേക കഴിവുള്ള കുട്ടിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തൊട്ടടുത്തുക്കുന്ന ആൾ പറയുന്നുണ്ട്, അതെ, വൈക്സ് കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ പ്രതീക്ഷിച്ചതുപോലെ. അപ്പോൾ ലേഡി എക്സാമിനർ പറയുന്നുണ്ട്, നിനക്ക് കുറച്ച് ഡിസ്റെസ്പെക്റ്റ് ഉണ്ട്, നീ കുറച്ച് റെസ്പെക്റ്റ് പഠിക്ക് എന്ന് പറഞ്ഞിട്ട് അവരുടെ എർത്ത് മാജിക് ഉപയോഗിച്ചുകൊണ്ട് ആ ഫയർ ഗാർഡിയനെ മണ്ണുകൊണ്ട് മൂടുന്നു. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, വളരെ നല്ല നീക്കം, ആ മണ്ണിനടിയിൽപ്പെട്ടിട്ട് ആ തീ അണഞ്ഞിരിക്കും. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, വളരെ വൈകിപ്പോയി മിസ് എക്സാമിനർ. ഒരു പുതിയ അഡ്വഞ്ചറിനെ പരിശീലിപ്പിക്കുമ്പോൾ ഒരു എക്സാമിനറിന് പരിക്ക് പറ്റിയ കേസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ശരി, നിങ്ങൾക്ക് പരിക്ക് പറ്റുന്ന ആദ്യത്തെ ആളാവാനുള്ള ബഹുമതി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂക്കാസ് എക്സാമിനറിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ അതെല്ലാം നമ്മുടെ എക്സാമിനർ തടയുന്നു. എന്നിട്ട് ഇവരുടെ ഫൈറ്റിൻ്റെ അവസാനത്തിൽ നമ്മുടെ എക്സാമിനർ എർത്ത് എലമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൂക്കാസിനെ തോൽപ്പിക്കുന്നു. അങ്ങനെ ഈ ഫൈറ്റ് അവസാനിച്ചിട്ട് ഈ ഫൈറ്റിൻ്റെ റിസൾട്ട് പറയുന്നതിനിടയിൽ നമ്മുടെ ലൂക്കാസ് ആ എക്സാമിനറിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ മറ്റേ എക്സാമിനർ വന്നിട്ട് നമ്മുടെ ലൂക്കാസിനെ തടയുന്നു. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ പരീക്ഷ വന്ന് ഇടപെടാൻ. അപ്പോൾ ആ എക്സാമിനർ പറയുന്നുണ്ട്, നീയാണ് നിയമം ലംഘിച്ചത്. ഫൈറ്റ് അവസാനിച്ചതിന് ശേഷവും നീ വീണ്ടും ഫൈറ്റ് ചെയ്തു. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, ഈ ഫൈറ്റ് ശരിക്കും എൻ്റെ നിയന്ത്രണത്തിലെത്തുകയായിരുന്നു. അപ്പോഴാണ് ആ സ്ത്രീ ഈ ഫൈറ്റ് നിർത്തിയത്. അതുകൊണ്ട് എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യണം. അപ്പോൾ എക്സാമിനർ പറയുന്നുണ്ട്, നിൻ്റെ പരാതിയൊക്കെ നീ പറഞ്ഞോളൂ. പക്ഷേ ഇപ്പോൾ എമിലി, ദയവായി നീ അവൻ്റെ ഫലം പ്രഖ്യാപിക്കൂ. അപ്പോൾ എമിലി പറയുന്നുണ്ട്,
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ മാനയുടെ നിയന്ത്രണം മികച്ചതാണ്. പക്ഷേ പരിചയക്കുറവുണ്ടെങ്കിലും നിനക്ക് ഞാൻ ബി ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. സോ അപ്പോൾ നമ്മുടെ ലൂക്കാസ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ നമ്മുടെ ലൂക്കാസിന് ബി ക്ലാസ് കിട്ടിയതിന് അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ ലൂക്കാസ് പറയുന്നുണ്ട്, എന്നെ നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യല്ലേ, നിങ്ങൾ വെറും വിഡ്ഢികളാണ്. ബി ക്ലാസ് കിട്ടിയെന്നും എനിക്ക് വലിയ കാര്യമല്ല. എൻ്റെ ഡാഡി ഇതുവല്ല അറിഞ്ഞാണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അവനവിടെ ഇരിക്കുന്നു. സോ അതിനുശേഷം നമ്മുടെ ആർത്തറിനെ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ജാസ്മിന് ആർത്തറിനോട് പറയുന്നുണ്ട്, ആർനോട്ട് ഗുഡ് ലക്ക്. അപ്പോൾ നമ്മുടെ ആർത്തർ ചിന്തിക്കുന്നുണ്ട്, ഈ യോദ്ധാവിനെ ഞാൻ എങ്ങനെ നേരിടണം. വാളും ചലനങ്ങളും ഉപയോഗിച്ച് അവന് വർഷങ്ങളുടെ പരിചയവും പരിശീലനവും ഉണ്ട്. അപ്പോൾ എക്സാമിനർ പറയുന്നുണ്ട്, വേഗം വാ, ഈ ഒരു ദിവസം മുഴുവനില്ല. ഇവൻ സ്പെഷ്യൽ കണ്ടീഷനിലുള്ള തോന്നുന്നു. ഇവനെപ്പറ്റി ഒരു ഇൻഫർമേഷനും ഇല്ല. ഇവൻ്റെ കഴിവുകൾ എന്താണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ആർത്തർ എക്സാമിനറുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഔറ അവനിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പം എക്സാമിനർ പറയുന്നുണ്ട്, എന്താണിത്, ഒരു പ്രത്യേക അനുഭവം. അപ്പം അവിടേക്ക് കാസ്പിയൻ വന്ന് പറയുന്നുണ്ട്, മതി, അവനെ ഞാൻ പരീക്ഷിക്കാം. അപ്പം എക്സാമിനർ പറയുന്നുണ്ട്, സാറിനെ പോലെ കാലിബറുള്ളൊരു മേജ് ഈ കാൻഡിഡേറ്റിനെ പരീക്ഷിക്കാമെന്നോ. അപ്പോൾ കാസ്പിയൻ പറയുന്നുണ്ട്, അവൻ്റെ സ്പോൺസറും ഞാനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ട് അവനെ ഞാൻ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കാസ്പിയൻ ആർത്തറിനോട് പറയുന്നുണ്ട്, മിസ്റ്റർ നോട്ട്, നിങ്ങൾ തയ്യാറല്ലേ? സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 50ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിൻ്റെ സീസൺ 1 ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനി തൊട്ട് നമ്മളിതിൻ്റെ മാൻഗ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും കമൻറ്റും ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.